അസ്സലാമുഅലൈക്കും, നമസ്കാരം. വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാട്ടോ, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു ചെറിയൊരു ഡിഷാട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ കക്ക എന്ന് പറയുന്ന, കടുക്ക, കല്ലുമേക്ക എന്ന പേരുകളിൽ അറിയപ്പെടുന്ന കുറച്ച്, അതിന്റെ സീസണായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അത് കുറച്ച് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കരുതി അത് കുക്ക് ചെയ്തത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ ഞാൻ വീണ്ടും പറയാം, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ കക്കയെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒരുവിധം എല്ലാ മണ്ണും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ടാണ് ഇതിനെ ഇപ്പോൾ ഞാൻ വേവിക്കാനായിട്ട് അത് നമുക്ക് വെള്ളത്തിലും ഇട്ടും വേവിക്കാം, ഇതുപോലെ സ്റ്റീം ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ന് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അടിയിൽ വെള്ളം വെച്ചിട്ട് ഒരു പാത്രം, സാധാരണ ഇഡലി തട്ടിൽ വെച്ചാണ് വേവിക്കുന്നത്. അതിനുശേഷം വെന്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കല്ലുമേക്ക, കടുക്ക, കക്ക എന്ന പേരുകൾ അറിയപ്പെടുന്ന നമ്മുടെ കക്ക. ഓക്കെ, കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ, കാരണം ഇതിന്റെ സീസണായി വരുന്നതേ ഉള്ളൂ. ഇത് ഇന്നലെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇന്ന് ഇതൊന്ന് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കക്കയിലേക്ക്, ഈ കൂട്ടിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുക എന്നതാണ്. അതിലേക്ക് ഞാൻ കണ്ടോ കുറച്ച് 4 വറ്റൽമുളക്, കുറച്ച് മല്ലി, കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, പെരിഞ്ചീരകം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ എടുത്തു വെച്ച ഇതിലേക്കുള്ള മസാലയ്ക്കുള്ള കൂട്ടുകളെല്ലാം നല്ലതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് നല്ല ചൂടായ പാനിൽ വറുത്തെടുക്കണം കേട്ടോ. നല്ല ഫ്ലെയിം ഉണ്ടായിരിക്കണം. ആദ്യം നല്ല പാൻ നല്ല ചൂടായിരിക്കണം. അതിനുശേഷം കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതിനെ വറുത്തെടുക്കുക. അപ്പോൾ ഒരു പാൻ നമുക്ക് അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കക്കയിലേക്ക് ഞാൻ ചെറിയ ഉള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് സ്ലൈസ് ഒന്നും ചെയ്തിട്ടില്ല. അതോടെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 7-8 ചെറിയ വെളുത്തുള്ളി, ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി, അതും നമ്മൾ ക്രഷ് ചെയ്യുക ഒന്നും വേണ്ട. ഇപ്പോൾ ഇങ്ങനെ ഇട്ട് എണ്ണയിലിട്ട് കുറഞ്ഞ സിമ്മിലിട്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഉണ്ടാക്കാൻ വെച്ച മസാല കൂട്ടിനൊക്കെയുള്ള മിക്സ് റെഡിയായിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഫൈനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അതിനെ അരച്ചെടുക്കാം. നമ്മൾ ഒരുവിധം ഫൈനായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ആ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കിയ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിൽ കൂടെ ചേർത്ത് ഇതും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് കണ്ടോ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഈ കല്ലുമേക്കായിലേക്ക്, കക്കയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. നല്ലത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി കുറച്ച് മതി. അതിനുശേഷം നല്ലതുപോലെ നമ്മളതിനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഈ കൂട്ടിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അതിനെ ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ഫ്ലേവറിനായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച കക്കയുടെ കൂട്ടിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കക്ക ശരിക്കും ഫ്രൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം.
ഇതിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ കരുതി ഇത്തിരി ജ്യൂസി ടൈപ്പ് ആക്കാമെന്ന് കരുതിയിട്ട് അതിലേക്ക് കുറച്ച് തക്കാളി, അപ്പോഴതിൻ്റെ ജ്യൂസും കൂടി അതിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഗ്രേവിക്ക് ഇത്തിരി കൂടി ക്വാണ്ടിറ്റി കാണും. ഇതിനൊക്കെ പറയുന്നത് ഒപ്പിക്കൽസ് ഉണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ വെച്ചിട്ട് സ്വല്പം ഉപ്പ് കൂടിയ തക്കാളിയുടെ മേലിൽ നമ്മൾ തൂവണം. ഈ കുഞ്ഞു ഡിഷായ നമ്മുടെ കക്ക റോസ്റ്റ് വിത്ത് എന്താ പറയാ, റോസ്റ്റ് വിത്ത് ഫ്രൈ എന്ന് തന്നെ ഇതിനെ പറയാം. റോസ്റ്റും ആണ് ഫ്രൈയും ആണ് കേട്ടോ. സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഡിഷിൻ്റെ കൂടെ സെർവ് ചെയ്ത് ഞാൻ കാണിക്കാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തയ്യാറാക്കിയത് രസം, നമ്മുടെ ഓൺ ചമ്മന്തി, ഇവിടെ കിടന്ന കുറച്ച് എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർത്ത ഒരു തോരനാണ് കേട്ടോ. ആ തോരൻ, നമ്മുടെ കക്ക, പിന്നെ നമ്മുടെ ഓൺ തൈര് മുളക്, BT റൈസിൻ്റെ റൈസാണ് കേട്ടോ, വൈറ്റ് റൈസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ടുള്ളവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് പറയുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.